പുണർദം, പൂയം, ആയില്യം, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച, അതായത് മിഥുനമാസം 2-ാം തീയതി വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ശനി ഇപ്പോൾ മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും നിൽക്കുന്നതിനാൽ തന്നെ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള 3 രാശിക്കാർക്കും വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച ഈ വ്യക്തികളിൽ വളരെയധികം ഉണ്ടാകുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചതിൽ വെച്ചും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. പ്രത്യേകിച്ച് ഈ മിഥുനമാസം പിറന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗ്യം ഈ മിഥുനമാസം മുഴുവനായി നിങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളും സൃഷ്ടിക്കാൻ പോകുന്നതായാണ് ഫലത്തിൽ കാണുന്നത്. എന്നാൽ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഭൂരിഭാഗം വ്യക്തികളുടെയും ജീവിതത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത അവസ്ഥയാണ് നിരവധി ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പാതി വഴിയിൽ വെച്ച് നിങ്ങൾക്ക് കൈവിട്ടു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച അഥവാ മിഥുനമാസം 2-ാം തീയതി എന്ന് പറയുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ജീവിതത്തിൽ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും എന്തെന്നില്ലാത്ത തരത്തിലുള്ള മനോവിഷമമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില ധനവരവ് നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും ഗുണകരമാകുന്ന തരത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകളിൽ നിന്നുള്ള ഉപദ്രവം താങ്ങുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില സാഹചര്യങ്ങളും നേരിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകേണ്ട ചില വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എന്നാൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉയർച്ചകളും ശുഭകരമായ കാര്യങ്ങളും വന്നു ചേരും. മാത്രമല്ല ഈ ജൂൺ 16-ാം തീയതി
തിങ്കളാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദീർഘദൂര യാത്രകൾ പോകേണ്ടതായും വരും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയും ഉന്മേഷത്തോടെയും ചെയ്യുവാൻ കഴിയുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ടും മികച്ച ആരോഗ്യവും മനസ്സമാധാനവും സന്തോഷവുമെല്ലാം നിങ്ങൾക്ക് ഇരട്ടിയായി അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ മിഥുനമാസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായി ഈ ജൂൺ മാസം 16-ാം തീയതി തിങ്കളാഴ്ച ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം വളരെയധികം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനാൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധം, വിവാഹം, ജോലി എന്നീ മേഖലകളിലെല്ലാം വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ലാത്തതിനാൽ വളരെയധികം മനസ്സ് നീറി കഴിയുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. മിക്ക ദിവസങ്ങളിലും തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി വീട്ടിൽ കലഹവും കുടുംബത്തിലുള്ളവർ തമ്മിൽ തന്നെ ശത്രുതാ മനോഭാവം പുലർത്തുന്ന സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം നിറഞ്ഞ ഈ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തെ വിട്ട് പോവുകയും നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ഉള്ളതിലും മനസ്സമാധാനവും സന്തോഷവും അധികരിക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും വന്നു ചേരുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ വിവാഹം ചെയ്യുവാനുള്ള യോഗം കൈവരികയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. അതുമാത്രമല്ല, നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങളെ തേടി ഉയർച്ചകൾ വന്നു ചേരുകയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. എന്നിരുന്നാലും ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ പണമിടപാടുകളിലും കൊടുക്കൽ വാങ്ങലുകളിലും കൃത്യമായ കണക്ക് സൂക്ഷിക്കുകയും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ചെറിയ പിഴവുകളിൽ നിന്ന് ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ കാര്യങ്ങളായിരിക്കും സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും കർമ്മ മേഖലകളിലെ ചില നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ധനുരാശിക്കാരുള്ള ഭവനങ്ങൾക്കും ഇത് ശുഭസമയമാണ്. ഇനി മൂന്നാമതായി ഈ ജൂൺ 16-ാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വളരെയധികം ശുഭകാര്യങ്ങളും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികളും ജീവിതത്തെ തന്നെ ഒരു ഭയത്തോടെ കാണുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതായത് അത്രയേറെ പ്രതിസന്ധികളെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം നിങ്ങൾക്ക് വളരെ ഗുണകരമായി വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെപ്പറ്റി കൃത്യമായി ഒരു ബോധ്യമുണ്ടാവുകയും നിങ്ങളുടെ ചില ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുകയും ചെയ്യും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ കാലങ്ങളായി ശ്രമിച്ചിട്ടും നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന ചില നേട്ടങ്ങൾ കൈയെത്തിപ്പിടിക്കുവാൻ കഴിയുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ
കുംഭം രാശിയിൽ പിറന്ന സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയം ഏറ്റവും ഗുണകരമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സിന് ഏറ്റവും സന്തോഷം പകരുന്ന ചില വാർത്തകൾ നിങ്ങൾക്ക് ഉടൻ കേൾക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജൂൺ 16 തിങ്കളാഴ്ച പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും, അതുപോലെ മറ്റെന്തെങ്കിലും നിക്ഷേപം നടത്തുവാനോ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ ഇരിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ്. അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം ഭാവിയിൽ കൈവരുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. അതുപോലെ തന്നെ ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സന്താന സൗഭാഗ്യം ഇല്ലാത്തതിനാൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂൺ 16 തിങ്കളാഴ്ച ചില സന്തോഷ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കേൾക്കുവാൻ കഴിയും. ഒപ്പം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യസ്ഥിതിയും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഒരു ആവശ്യവുമില്ലാതെ നിങ്ങളുടെ മാനസിക സംഘർഷം അധികരിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആത്മസംയമനം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ എന്തുകൊണ്ടും ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളുമായിരിക്കും നിങ്ങളെ ഈ ഒരു ദിവസം തേടിയെത്തുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാർക്കും ജൂൺ 16 തിങ്കളാഴ്ച ജീവിതത്തിൻ്റെ നാഴികക്കല്ലാകുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.